കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് വിദ്യാർത്ഥികളുടെ 18ാമത് ജൈവവൈവിധ്യ കോൺഗ്രസും ജില്ലാതല മത്സരങ്ങളും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. Contact 8547 977188 8547 349188. ജൈവവൈവിധ്യ കാലാവസ്ഥ വിജ്ഞാന പ്രതിബദ്ധതയുടെ യുവകേരളം എന്ന സന്ദേശവുമായി കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ 18ാമത് വിദ്യാർത്ഥികളുടെ ജൈവവൈവിധ്യ കോൺഗ്രസും ജില്ലാതല മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഭൂമിയിലെ സർവരുടെയും ആവാസ വ്യവസ്ഥയ്ക്ക് ജൈവികത അത്യാവശ്യമാണെന്നും അത് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും അവരിലൂടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെയും ഭാഗമായാണ് ജൈവവൈവിധ്യ കോൺഗ്രസ് നടത്തിയത്. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിൽ നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഈ ജൈവ വൈവിധ്യം സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ കഴിയൂ. അതേപോലെ തന്നെ പ്രകൃതി ദുരന്തത്തെ ചെറുക്കാനും അതോടൊപ്പം തന്നെ അതിന് ഒരു പ്രതിരോധ മാർഗം സ്വീകരിക്കാനും കഴിയൂ. അതിൻ്റെ പ്രകൃതിയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ ഈ ജൈവ വൈവിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നമുക്ക് സംരക്ഷിച്ചാൽ മാത്രമേ കഴിയൂ. അതേപോലെ തന്നെ നല്ലൊരു ആവാസ വ്യവസ്ഥയെ കെട്ടുപടുത്താൻ നമുക്ക് പല രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങളെ തകർക്കാനൊക്കെ തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥ ഏറ്റവും സമ്പുഷ്ടമായിരിക്കണം. കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രതിനിധി PVT ശശികല സംസാരിച്ചു. ആനന്ദൻ പേക്കടം സ്വാഗതവും ജൈവവൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ VM അഖില നന്ദിയും പറഞ്ഞു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 90 വിദ്യാർത്ഥികൾ കോൺഗ്രസിൽ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി പെയിന്റിംഗ്, പെൻസിൽ ഡ്രോയിങ്, പ്രോജക്ട് അവതരണം, പുരയുടെ ജൈവവൈവിധ്യ പഠന അവതരണം തുടങ്ങിയ മത്സരങ്ങളും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.